मेरे प्यारे बच्चों साहब ഓൺലൈൻ ഹിന്ദി ക്ലാസ് में सबका स्वागत करता हूं. എല്ലാ മക്കളും അടിപൊളിയല്ലേ? യെസ്, വളരെ പ്രധാനപ്പെട്ട് എല്ലാ മക്കളും അടിപൊളിയായിട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ് നമ്മുടെ പബ്ലിക് പരീക്ഷയ്ക്ക് വേണ്ടി. എല്ലാ മക്കളും റെഡിയല്ലേ? യെസ്, ഇനി നമുക്ക് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ നമ്മുടെ പൊതു പരീക്ഷയ്ക്കുള്ളൂ. 5ാം തരത്തിൽ നിന്നും എൻ്റെ മക്കൾ 6ാം തരത്തിലേക്ക് വിജയിച്ചു പോകാൻ ഇനി കുറഞ്ഞ ആ ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മനസ്സിലുള്ളൂ അല്ലേ? മാർച്ച് മാസം നമ്മുടെ പരീക്ഷയുടെ മാസമൊക്കെ ഇങ്ങനെ അടുത്തെത്താനായി അല്ലേ? അപ്പം നമുക്ക് ആ ഹാഫ് ഇയർലി എക്സാമിന് ശേഷം നമുക്ക് പഠിക്കാനുള്ള ഒരു യൂണിറ്റ് ആണ് ഇക്കായി പാഞ്ച് അല്ലെ, ബൂന്തേ കാ ഗീത് എന്ന് പറയുന്ന അല്ലെ, മഴത്തുള്ളി അല്ലെ, തുള്ളികളുടെ ഗീതം അല്ലെ, അതിമനോഹരമായിട്ടുള്ള ഒരു പാഠഭാഗമാണ്. അപ്പൊ ഇതിൽ ഏക് ദോ തീൻ എന്ന് പറയുന്ന ഒരു കഹാനി പഠിക്കാനുണ്ട്, പാനി എന്ന് പറയുന്ന ഒരു കവിതയും കൂടി നമുക്ക് ഇതിലൂടെ പഠിക്കാനുണ്ട്. അപ്പൊ 2 പാഠഭാഗങ്ങളാണ് 5ാമത്തെ യൂണിറ്റിൽ നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇനി അങ്ങോട്ട് അപ്പൊ സുഖമായി, ഇനി 5ാമത്തെ പാഠഭാഗം മാത്രം പഠിച്ചാൽ മതി എന്നൊക്കെ എൻ്റെ മക്കളുടെ മനസ്സിലുണ്ടാവും. അങ്ങനെയാണോ? അങ്ങനെയല്ല. നമുക്ക് 1 മുതൽ 5 യൂണിറ്റ് വരെ നമുക്ക് പരീക്ഷയ്ക്ക് ഉണ്ടാവും, പബ്ലിക് പരീക്ഷയ്ക്ക്. അപ്പൊ അതെൻ്റെ മക്കൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് നോട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ സിമ്പിളാണ്. നമ്മുടെ സൈലത്തിന്റെ ക്ലാസ് കാണുന്ന മക്കൾക്ക് ഒന്നും പ്രയാസമില്ല, സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പഠിക്കാനൊക്കെ കഴിയും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ 5ാമത്തെ യൂണിറ്റ് ഇതാ മനോഹരമായിട്ടുള്ള ആ പുഴകളിലൂടെ ഒഴുകുന്ന സംഗീതത്തിന്റെ ആ സിമ്പലൊക്കെ എൻ്റെ മക്കൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അല്ലെ? അടിപൊളിയാണ്. അപ്പൊ നമുക്ക് നോക്കാം. ഏക് ദോ തീൻ അല്ലെ, മുകേഷ് നൗട്ടിയാലിൻ്റെതാണ് ഏക് ദോ തീൻ എന്ന് പറയുന്ന പാഠഭാഗം അല്ലെ. അതൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് നമ്മൾ പഠിച്ചതാണ്. അത് ഏക് ദോ തീൻ 1 അല്ലെ. ഏക് ദോ തീൻ എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ മക്കൾ പറഞ്ഞേ, കമന്റ് ചെയ്തേ. യെസ്, നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. 1 അല്ലെ, 2 അല്ലെ, 3 1 2 3 1 2 3 അല്ലെ. നല്ല അടിപൊളി മനോഹരമായിട്ടുള്ള പാഠഭാഗം. അപ്പൊ ഇതിലുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് മാഷ് ഡിസ്കസ് ചെയ്യുന്നത്. ചിത്രക്കെ നീച്ചെ ഉചിത് വാക്യ ജോടെ, ചിത്രത്തിന് അനുയോജ്യമായ വാക്യം താഴെയുള്ളതിൽ നിന്നും തെരഞ്ഞെടുത്ത് എഴുതിയാൽ മതി. നമ്മൾ സിമ്പിളായിട്ട്. അപ്പൊ നമ്മൾ ആദ്യം ഓരോ ചിത്രങ്ങൾ ഇങ്ങനെ നമ്മൾ ജസ്റ്റ് നോക്കുക എന്നുള്ളതാണ് നമ്മളെ പണി. നമ്മൾ ചിത്രവുമായി ബന്ധപ്പെട്ട് എന്ത് തന്നാലും നമ്മൾ ആദ്യം ചിത്രം മനോഹരമായിട്ട് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് നാം ഓരോരുത്തരും ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നോക്കാം. അപ്പൊ ആദ്യം ഒരു കൊക്ക് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അല്ലെ. ഇങ്ങനെ നിൽക്കുക. എവിടെ നിൽക്കുന്നത്? ഇവിടെ നമുക്കൊരു വെള്ളത്തിന്റെ പോലെ നമുക്ക് തോന്നുന്നതുകൊണ്ട് കുളോ തോടോ എന്തോമായി ബന്ധപ്പെട്ട് നമ്മുടെ കൊക്ക് അവിടെ നിൽക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. പിന്നെ ഒരു പൂച്ച നിൽക്കുന്നുണ്ട് അല്ലെ. പൂച്ച പുറത്താണ്, വീടിന്റെ ഒരു ഭാഗം നമുക്ക് കാണുന്നുണ്ട്. അപ്പൊ മുറ്റത്തോ വീടിന്റെ പുറത്താണ് എന്തായാലും എന്നുള്ളത് നമുക്ക് മനസ്സിലായി. പിന്നെ നമുക്ക് തന്നിട്ടുള്ള ഒരു കുട്ടി ഇരിക്കുന്നുണ്ട്. നിങ്ങളെ പോലെയുള്ള സുന്ദരനായ ഒരു കുട്ടി അവിടെ ഇരിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ആ കുട്ടി എവിടെയാണ് ഇരിക്കുന്നത്? മരത്തിന് താഴെയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ അതും എൻ്റെ മക്കൾ എന്ത് ചെയ്യുന്നുണ്ട്? മനസ്സിലാക്കി ഐഡന്റിഫൈ ചെയ്തു. ക്ലിയർ അല്ലേ? അപ്പൊ 3 ചിത്രങ്ങൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്തു. നമുക്ക് ഇത് നമുക്ക് വാക്കുകൾ തന്ന് നോക്കാം. എൻ്റെ മക്കൾ നോക്കിക്കോ. ഗർക്കെ സാമനെ ഏക് ബിലൗട്ടാ ഹേ. ഗർക്കെ സാമനെ എന്ന് പറഞ്ഞാൽ പുറത്ത് അല്ലെങ്കിൽ അടുത്ത് എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? പറയാം അല്ലെ. എന്തുണ്ട്? ഏക് ബിലൗട്ട, അടുത്ത്, വീടിന്റെ അടുത്ത്. ബിലൗട്ട എന്ന് പറഞ്ഞാൽ പൂച്ചക്കുഞ്ഞാണ്. ഒരു പൂച്ചക്കുഞ്ഞ് ഉണ്ട് നമുക്ക് പറയാം. പേടിക്കെ നീച്ചെ ഏക്ക് ലഡ്കാഹേ. രണ്ടാമത്തെ നോക്കിക്കോ. പേടിക്കെ നീച്ചെ ഏക്ക് ലഡ്കാഹേ. പേടിക്കെ നീച്ചെ അല്ലെ, മരത്തിന് നീച്ചെ പറഞ്ഞാൽ താഴെ, അണ്ടറിലായിട്ട്. ഏക്ക് ലഡ്ക, ഒരു ലഡ്കയുണ്ട്, ഒരു ആൺകുട്ടിയുണ്ട്. ഇനി പറയുന്നുണ്ട് താലാബ് കെ കിനാരെ ഏക്ക് ജൽ മുർഗി ഹേ. താലാബ് കെ കിനാരെ, താലാബിന്റെ കിനാരെ, തീരത്ത് അല്ലെങ്കിൽ അടുത്ത് എന്തുണ്ട്? ജൽ മുർഗി, കുളക്കോഴിയുണ്ട് അല്ലെ. അപ്പൊ കുളക്കോഴി, ജൽമുർഗി പറഞ്ഞാൽ കുളക്കോഴി. അപ്പൊ നമ്മൾ ആദ്യം ചിത്രം കണ്ടപ്പോൾ നമുക്ക് കൊക്ക് എന്നാ തോന്നിയത് അല്ലെ. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് കൺഫ്യൂഷൻ ആയിക്കാണ്ടുള്ളതൊക്കെ നമുക്ക് തോന്നും. അപ്പൊ ഇവിടെ എന്താണ്? കുളക്കോഴിയാണ്. അപ്പൊ നമ്മൾ ചിത്രം കണ്ടതിന് ശേഷം കൃത്യമായി അത് വായിച്ചു നോക്കണം. അപ്പൊ അത് കണക്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. നോക്കാം. ഇനി നോക്കൂ, നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം. അപ്പൊ താലാബ്, കുളത്തിന്റെ കിനാരെ ഏക്ക് ജൽ മുർഗി ഹേ. അപ്പം ഇതേതാണ്? ഇത് കുളക്കോഴിയാണ്. അപ്പം താലാബ് കെ, കുളത്തിന്റെ കിനാരെ, അടുത്ത് ആരുണ്ട് അല്ലെ? കുളം. താലാബ് എന്ന് പറഞ്ഞാൽ കുളമാണ് അല്ലെ. കിനാരെ എന്ന് പറഞ്ഞാൽ അടുത്ത് അല്ലെങ്കിൽ തീരം എന്നൊക്കെ നമ്മൾ പറയാം. അടുത്ത് അല്ലെങ്കിൽ തീരം. തീരത്ത് ആരുണ്ട് എന്ന് പറഞ്ഞേ? ജൽ മുർഗി, കുളക്കോഴി. അപ്പൊ നമുക്ക് ഫോട്ടത്തിലൂടെ നമ്മൾ ഫസ്റ്റ് കൊക്കായിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയത് എന്താണ്? കുളക്കോഴിയാണ് അല്ലെ. അപ്പൊ അത്തരത്തിലൊക്കെ നമ്മൾ ഈ സെന്റൻസ് ആണ് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ രണ്ടാമതായിട്ട് നമ്മളോട് പറഞ്ഞ എന്താ? ഗർക്കെ സാമനെ ഏക്ക് ബിലൗട്ടാ ഹേ. വീടിന്റെ അടുത്ത്, സാമനെ അടുത്ത്, ഏക്ക് ബിലൗട്ട എന്ന് പറഞ്ഞാൽ പൂച്ചക്കുഞ്ഞാണ്. ഒരു പൂച്ചക്കുഞ്ഞുണ്ട് അല്ലെ. പൂച്ചക്കുഞ്ഞ്. ഗർ എന്ന് പറഞ്ഞാൽ ഹൗസ് ആണ്, അഥവാ വീടാണ്.
അപ്പോൾ അതും നമ്മൾ എന്ത് ചെയ്തു, ഐഡന്റിഫൈ ചെയ്തു. സിമ്പിളായിട്ട് രണ്ടെണ്ണം നമ്മൾ വായിച്ചാൽ, അപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ വായിച്ചാൽ കൃത്യമായിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും. ഇനി നമുക്ക് വരുന്നത് ഏതാ, പേട് കെ നീച്ചെ ഏക് ലഡ്കാ ഹേ അല്ലേ. പേട് എന്ന് പറഞ്ഞാൽ മരമാണ്, നീച്ചെ എന്ന് പറഞ്ഞാൽ താഴെ, ഏക് ലഡ്ക, ഏക് എന്ന് പറഞ്ഞാൽ ഒന്നാണ്, ഒന്ന് അല്ലേ, എന്താണ് ഒന്ന്, ലഡ്ക ബോയ് ആണ്, ഒരു ബോയ് ഉണ്ട്. ഇതും നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് വായിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇത്തരത്തിൽ ഐഡന്റിഫൈ ചെയ്ത് ഇതേപോലുള്ള ഒരു ആക്ടിവിറ്റിയുടെ മുഴുവൻ മാർക്കും നമുക്ക് നേടാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മൾ ഒരിക്കൽ കൂടി നോക്കാം. നമ്മൾ കണക്ട് ചെയ്തത് ഒന്ന് നമ്മൾ എന്ത് ചെയ്തു, താലാബ് കെ കിനാരെ ഏക്ക് ജൽ മുർഗി ഹേ, താലാബിന്റെ തീരത്ത് എന്തുണ്ട്, ആ കുളത്തിന്റെ തീരത്ത് എന്തുണ്ട്, ഒരു ജൽ മുർഗി, ഒരു കുളക്കോഴിയുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു ഗർക്കെ സാമ്നെ ഏക്ക് ബിലൗട്ടാ ഹേ, വീടിന്റെ സാമ്നെ അടുത്തൊരു ബിലൗട്ടയുണ്ട്, അഥവാ ഒരു പൂച്ചക്കുഞ്ഞുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു പേട് കെ നീച്ചെ, മരത്തിന് താഴെയായിട്ട് ഒരു കുട്ടിയുണ്ട്, ഒരു ബോയ് ഉണ്ട്. ഇത്തരത്തിൽ നമ്മൾ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ചിത്രം നോക്കി ആ സെന്റൻസും കൂടി വായിച്ച് പൂർത്തീകരിക്കുമ്പോൾ സിമ്പിളായിട്ട് ഇത് ഐഡന്റിഫൈ ചെയ്ത് ഇതിന്റെ ഉത്തരത്തിലേക്ക് നമുക്ക് എഴുതാൻ കഴിയും. അപ്പോൾ ഓക്കെ അല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ തന്നിട്ട് ഏത് ചോദ്യങ്ങൾ ചോദിച്ചാലും ഇത്തരത്തിൽ നമ്മൾ ചിത്രം കണ്ട് മനസ്സിലാക്കുന്നു, എന്നിട്ട് നമ്മൾ സെന്റൻസ് വായിച്ചിട്ട് കണക്ട് ചെയ്ത് സിമ്പിളായി യോജിപ്പിച്ച് എഴുതൂല മക്കളെ. യെസ്. അപ്പോൾ എല്ലാ മക്കളും എഴുതുന്നുണ്ട്. അപ്പോൾ എല്ലാ മക്കളും എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് ആ ലൈക്ക് ബട്ടനൊക്കെ ഒന്ന് പ്രസ് ചെയ്യുക, കമന്റ് ഒക്കെ ഒന്ന് എഴുതുക. സിമ്പിളായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പരീക്ഷ നമുക്ക് അടിപൊളിയാക്കി സെറ്റായിട്ട്. അപ്പോൾ ഓക്കെ അല്ല മക്കളെ. അപ്പോൾ നിങ്ങളുടെ സ്വന്തം മനസ്സറാണ്. അഗ്ലാ വീഡിയോ മേ ഫിർ മിലേഗാ. സബ്കാ बहुत बहुत शुक्रिया. बाय बाय.